30 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ 100% ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. കടുവാ ഭീതി മൂലം ടാപ്പിംഗ് നിലച്ചതോടെ കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റിലെ റബ്ബർ തോട്ടങ്ങൾ കൊതുകുകളുടെയും കൂത്താടികളുടെയും ആവാസ കേന്ദ്രമാകുന്നു. ചിരട്ടകളിൽ വെള്ളം കെട്ടി നിന്നാണ് കൊതുകുകൾക്ക് വളരാനുള്ള സാഹചര്യമാകുന്നത്. ഇതുമൂലം പരിസരവാസികളും ഏറെ ബുദ്ധിമുട്ട് സഹിക്കുകയാണ്. കഴിഞ്ഞ 16 ദിവസമായി കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റിലെ ഏക്കർ കണക്കിന് തോട്ടങ്ങളിലെ റബ്ബർ ടാപ്പിംഗ് നിലച്ചിരിക്കുകയാണ്. നരഭോജി കടുവയുടെ സാന്നിധ്യമാണ് ഇതിന് കാരണം. നിരവധി തൊഴിലാളികളുടെ ഉപജീവനമാർഗം വഴിമുട്ടിയതിനോടൊപ്പം വലിയൊരു പ്രതിസന്ധി കൂടി നേരിടേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ. ടാപ്പിംഗ് നിർത്തിവെച്ചതോടെ റബ്ബർ പാൽ ശേഖരിക്കുന്ന ചിരട്ടകളിൽ കൂത്താടികൾ നിറഞ്ഞിരിക്കുകയാണ്. പകർച്ചവ്യാധികൾ വ്യാപകമായ സാഹചര്യത്തിലാണ് ഇത്തരമൊരു അവസ്ഥ. കൊതുക് ശല്യം മൂലം നാട്ടുകാരും ബുദ്ധിമുട്ടിലാണ്. താമസിക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ്. അതിന് എന്തെങ്കിലും ഈ എസ്റ്റേറ്റിൻ്റെ മുറമാരി എന്തെങ്കിലും അതേമാതിരി തന്നെ ഈ കാട് വെട്ടാതായിട്ട് കാട് ബമ്പം കാടാണ് ഇതിൽ കാണുന്നത്. അതുകൊണ്ട് അതും നല്ല ബുദ്ധിമുട്ടാണ്. എവിടെയും ഇതിലേക്ക് വന്ന് ഒളിച്ചിരുന്നാലും ഞങ്ങൾ കാണും. കുട്ടികളും മക്കളൊക്കെ ഇവിടെ എപ്പോഴും പുറത്ത് ഇറങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഒരു വീട്ടിൽ താമസിക്കുന്ന അയൽവക്കത്തിലാണ്. അതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഞങ്ങളിപ്പോൾ കഴിഞ്ഞു പോകുന്നത്. ഒരു കടുവ കാരണം വിവിധ തരത്തിലുള്ള പ്രതിസന്ധികളാണ് മലയോരവാസികൾക്ക് നേരിടേണ്ടി വരുന്നത്. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.